ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മുഗളായി. ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ക്രീമായിട്ടുള്ള ഗ്രേവി വരുന്ന ടൈപ്പാണ്. നോക്കിയാലോ. ചിക്കൻ 450 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കാം. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വയ്ക്കണം. പാൻ ചൂടായി വരുമ്പോൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത്, 2 സവാള പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർക്കാം. സവാളയുടെ നിറം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം സവാളയൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ വരുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ പീസസ് വൈറ്റ് കളറായിട്ട്, വെള്ള കളറായിട്ട് ഇപ്പം മാറും. അതുവരെ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെള്ള കളറായിട്ടുണ്ട്, വെള്ളമൊക്കെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഒരു 5 മിനിറ്റ് വഴറ്റിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി പ്യൂരി ആക്കിയതാണ്. തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു 3-4 സ്പൂൺ ചേർത്താൽ മതിയാകും. ഇത് ഞാൻ ഫ്രഷായിട്ട് എടുത്തതാണ്. ഇതോടെ ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ ആ പച്ച ചൊവയൊന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആക്കിയത് ചേർക്കാം. ഇത് ഞാൻ 15 മുതൽ 20 വരെ കാഷ്യൂ ഉണ്ട്. അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ്. മിക്സിയിലൊന്ന് അടിച്ച് കട്ടി അധികം ഇല്ലാതെ നമുക്ക് 3 സ്പൂൺ തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 200 ml വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ കാഷ്യൂ അരച്ച ജാറിൽ തന്നെ 200 ml വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം, വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇടയ്ക്കിടെ ഒന്ന് നോക്കിക്കൊള്ളാം. ഇത് വെള്ളം നിങ്ങൾക്ക് കുറച്ച് കട്ടിയായി തോന്നുമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കസൂരി മേത്തി കയ്യിലൊന്ന് വെച്ച് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. കട്ടി കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ച്, ചെറിയൊരു ഹോട്ട് വാട്ടർ ഒഴിച്ച് ഒന്ന് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുകളായി റെഡിയായി കഴിഞ്ഞു. നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെയും നാനിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.